അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു 5 അധ്യായങ്ങളിലൂടെ. അതിൽ 4-ാമത്തെ അധ്യായത്തിൽ 76-ാമത്തെ ശ്ലോകം മുതൽ സമർപ്പണം വരെയുള്ള ആ ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. രാജോവാച ഭഗവം സ്ത്വൽപ്രസാദേന ശ്രോതുമിച്ഛാമി ഭോ മുനേ. ദേവീ ഭാഗവതം നാമ പുരാണം പുത്രലിപ്സയാ. ശ്രുത്വാ വാചം പ്രജാഭർത്തു പ്രീതപ്രോവാച ലോമശാ. ധന്യോസി രാജംസ്തേ ഭക്തിർജാതാ ത്രൈലോക്യമാതരി. സുരാസുരനരാരാധ്യാ യാ പരാജഗദംബികാ. തസ്യാം ചേദ്ഭക്തിരുൽപ്പന്ന കാര്യസിദ്ധിർഭവിഷ്യതി. അതസ്ത്വാം ശ്രാവയിഷ്യാമി ശ്രീമദ്ഭാഗവതം നൃപ. യസ്യ ശ്രവണമാത്രേണ ന കിഞ്ചിദപി ദുർലഭം. ഇത്യുക്ത്വാ സുദിനേ ബ്രഹ്മൻ കഥാരംഭമഥാകരോൽ. പഞ്ചകൃത്വ സശുശ്രാവ വിധിവൽ ഭാര്യയാ സഹ. സപ്തമേ ദിവസേ രാജ പുരാണം ച മുനിം തഥാ. പൂജയാമാസ ധർമാത്മാ മുദാ പരമയാ യുതാ. ഹുത്വാ നവാർണമന്ത്രേണ ഭോജയിത്വാ കുമാരികാ. ബാഡവാംശ്ച സപത്നീകാൻ ദക്ഷിണാഭിരതോഷയൽ. അധ കാലേന കിയത ഭഗവത്യാ പ്രസാദത. ഗർഭം ദധാര സാരാജ്ഞി ലോകകല്യാണകാരകം. പുണ്യേധ സമയേ പ്രാപ്തേ ഗ്രഹൈ സുസ്ഥാനസംഗതൈ. സർവമംഗളസമ്പന്നേ രേവതി സുഷുവേ സുതം. ശ്രുത്വാ പുത്രസ്യ ജനനം സ്നാത്വാ രാജാമുദാന്വിത.
സാ സുവർണാംഭസാ ചക്രേ ജാതകർമാദികാ ക്രിയ യഥാവിധി ച ദാനാനി ദത്വാ വിപ്രാനതോഷയത് കൃതോപനയനം രാജാ സാംഗാൻ വേദാന പാഠയൽ സർവവിദ്യാനിധിർജാതോ ധർമ്മിഷ്ഠോസ്ത്രവിദാംബരാ ധർമ്മസ്യ വക്താ കർത്താ ച രൈവതോ നാമ വീര്യവാൻ നിയുക്തവാനധ ബ്രഹ്മാരൈവതം മാനവേ പദേ മന്വന്തരാധിപ ശ്രീമാൻ ഗാം ശശാസ സധർമ്മത ഇദ്ധം ദേവ്യാ പ്രഭാവോയം സംക്ഷേപേണോപവർണിത പുരാണസ്യ ച മാഹാത്മ്യം കോ വക്തും വിസ്തരാൽ ക്ഷമാ സൂത ഉവാച കുംഭയോനിസ്തു മാഹാത്മ്യം വിധിം ഭാഗവതസ്യ ച ശ്രുത്വാ കുമാരം ചാഭ്യർച്ച്യ സ്വാശ്രമം പുനരായയൗ ഇദം മയാ ഭാഗവതസ്യ വിപ്രാ മാഹാത്മ്യമുക്തം ഭവതാം സമക്ഷം ശൃണോതി ഭക്തിയാ പഠതീഹ ഭോഗാൻ ഭുക്ത്വാഖിലാൻ മുക്തിമുപൈതി ചാന്തേ. ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീ സ്കന്ദപുരാണേ മാനസഖണ്ഡേ ശ്രീദേവീ ഭാഗവതമാഹാത്മ്യേ ചതുർത്ഥോധ്യായ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീജഗദംബികായൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. സ്കന്ദപുരാണത്തിൽ 5 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മാഹാത്മ്യം, അതിൽ 4-ാമത്തെ അധ്യായത്തിൽ 76-ാമത്തെ ശ്ലോകം മുതൽ 91-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അല്ലയോ മാമുനി ശ്രേഷ്ഠ, അവിടുത്തെ കാരുണ്യത്താൽ അടിയനു പിതാവാകാൻ സാധിച്ചിടണേ. അതിനായി അമ്മയുടെ ശ്രീമദ് ദേവി ഭാഗവതം അങ്ങയിൽ നിന്നു കേട്ടിടാൻ ആഗ്രഹിപ്പു ഞാൻ. രാജാവിൻ്റെ വാക്കു കേട്ടു ലോമശനും പറഞ്ഞല്ലോ, രാജൻ അങ്ങു ധന്യൻ തന്നെ സംശയമില്ല. രാജരാജേശ്വരിയാകും അമ്മയുടെ കഥകളിൽ ഗതിയുണ്ടായല്ലോ, അതു ഭക്തിവർദ്ധകം. സൂരന്മാർക്കും അസൂരർക്കും നരജനത്തിനുമെല്ലാം സൂക്ഷ്മജ്ഞാനം നൽകും ദേവി ആരാധ്യയത്രേ. സർവേശ്വരിയായ ദേവി ഭക്തി ജനിക്കുകിൽ തന്നെ സിദ്ധിയുണ്ടായിടുമതിൽ സംശയമില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അതുകൊണ്ടു മഹാരാജൻ ശ്രീമദ് ദേവി ഭാഗവതം അങ്ങയെ ഞാൻ യഥാവിധി കേൾപ്പിക്കാമിപ്പോൾ.
അത്യത്ഭുത ദേവി ലീല അതു കേട്ടു കഴിഞ്ഞിടിൽ അവനിയിൽ ദുർലഭമായിട്ടൊന്നുമില്ല. ലോമശന മഹാമുനി ധന്യമായ സുദിനത്തിൽ ലോകമാതാവിൻ്റെ കഥ ചൊല്ലിത്തുടങ്ങി. ലോഭാദികൾ വിട്ടു രാജൻ ഭാര്യയ്ക്കൊപ്പം ഭക്തിയോടെ ലോകേശിതൻ കഥ കേട്ടു 5 ദിവസം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. 7-ാം ദിനം ധർമ്മിഷ്ഠന മഹാരാജൻ ഭാര്യയൊത്ത് ഏറെ ഭക്തിയോടെ പുരാണത്തെ പൂജിച്ചു. ഏകാഗ്രമം മനസ്സോടെ ലോമശനം മുനിയെയും ഏഴകൾക്കു തോഴനായ രാജൻ പൂജിച്ചു. നവാർണമം മന്ത്രത്താലെ ഹോമവും നടത്തി പിന്നെ നല്ല പോൽ സന്തോഷിപ്പിച്ചു കന്യകമാരെ. നല്ല ഭോജ്യദാനാദിയ സന്തോഷിപ്പിച്ചു അദ്ദേഹം നിരവധി ബ്രാഹ്മണരെ പത്നി സമേതം. കാലമേറെ കഴിഞ്ഞപ്പോൾ കൽമഷങ്ങളൊഴിഞ്ഞപ്പോൾ കാലം അനുകൂലമായി മാറിയ നേരം കല്യാണി തൻ പ്രസാദത്ത മഹാരാജ പത്നി ലോക കല്യാണ കാരകമായി ഗർഭം ധരിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സർവകാലം ശുഭമായി സർവവിധ ഗ്രഹങ്ങളും സർവമംഗളങ്ങളെയും നൽകും സമയം. സർവസൽഗുണസമ്പന്നനായിടുന്ന ദേവതിയോ സൽപുത്രനു ജന്മം നൽകി ദേവി പ്രസാദം. മകനുണ്ടായി എന്നുള്ള ശുഭമേറും വാർത്ത കേട്ടു മഹാരാജൻ അതിവേഗം കുളിച്ചു വന്നു. മഹിമയേറുന്ന സ്വർണ്ണ കുംഭത്തിലെ ജലം കൊണ്ടു മകന്റെ ജാതകർമാദി ക്രിയകൾ ചെയ്തു. ദാനങ്ങളെ യഥാവിധി നടത്തിനാൻ മഹാരാജൻ ദ്വിജന്മാരെ അത്യധികം സന്തോഷിപ്പിച്ചു. ഉപനയനാദിയാകും ക്രിയകളെ നടത്തിനാൻ ഉണ്ണിക്കേകി വേദങ്ങളും വേദാംഗങ്ങളും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സർവവിധ വിദ്യകളും തികഞ്ഞവനായി മാറി സർവവിധ അസ്ത്രത്തിലും ജ്ഞാനവും നേടി. സദ്ധർമ്മ നിരതനായി ധർമ്മോപദേശങ്ങൾ ചെയ്തു സധൈര്യം പരാക്രമങ്ങൾ കാട്ടിരൈവതൻ. മഹാജ്ഞാനിയായിട്ടുള്ള നാൻമുഖനാം ബ്രഹ്മദേവൻ മനുവായി അദ്ദേഹത്തെ വാഴിച്ചുവല്ലോ. മന്വന്തരത്തിൻ്റെ
അധീപനായി തീർന്ന രൈവതനു മഹിയെ പരിപാലിച്ചു ധർമാനുസൃതം. ചന്ദൻ ചൊല്ലി അഗസ്ത്യന മഹാമുനെ ഈ വിധത്തിൽ സർവേശ്വരി മഹിമ ഞാൻ ചുരുക്കി ചൊല്ലി. സർവകാമവരേശ്വരിയായ ദേവി തന്മാഹാത്മ്യം സർവജ്ഞനും വിസ്തരിച്ചു ചൊല്ലാനാകുമോ? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കുംഭസംഭവനാകുന്ന അഗസ്ത്യനോ ഭാഗവതം കൂർമ്മബുദ്ധിയോടെ നന്നായി പഠിച്ചുവല്ലോ. കുമാരനാം ശിവപുത്ര സുബ്രഹ്മണ്യനാം ദേവനെ കുമ്പിട്ടു നമസ്കരിച്ചു ആശ്രമം പൂകി. മാനനീയ ബ്രാഹ്മണരെ ദേവി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെ വ്യക്തമാക്കി ഈ പുരാണത്തെ. മനസ്സിൽ തീവ്രഭക്തിയ കേൾക്കുന്നവർ വായിക്കുന്നു മുക്തി നേടും ഭുക്തിയുടെ അവസാനത്തിൽ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീ വ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം ഈ അക്ഷരപൂജ അമ്മയെ അറിയാൻ എന്ന ഭാവത്തിൽ നമ്മൾ ആരംഭിച്ചിട്ട് ഇന്നേക്ക് 18ാമത്തെ ദിവസം. ശ്രീമദ് ദേവി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറയുന്ന സ്കന്ദപുരാണത്തിലെ 4ാമത്തെ അധ്യായത്തിൽ 76ാമത്തെ ശ്ലോകം മുതൽ 91 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. അതിനെയാണ് പാരായണം ചെയ്തതും വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ ഭാഷാഗാനമായി അമ്മയുടെ പാദങ്ങളിൽ പാടി സമർപ്പിച്ചത്. ഇവിടെ ദുർദമൻ എന്ന രാജാവ് രേവതി എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തു. ആ രാജ്യത്തേക്ക് എത്തിയ ലോമശൻ എന്ന മഹാത്മാവിനോട്, മഹാമുനിയോട് രാജാവ് പറയുകയാണ്, ഭഗവം സ്ത്വൽപ്രസാദേന ശ്രോതുമിച്ഛാമി ഭോ മുനേ ദേവീ ഭാഗവതം നാമ പുരാണം പുത്രലിപ്സയാ. പുത്രലിപ്സയാ ദേവീ ഭാഗവതം നാമ പുരാണം ശ്രോതുമിച്ഛാമി. പുത്രകാമിയായിട്ട് ഒരു പുത്രനുണ്ടാകണം എന്ന ആഗ്രഹത്തോടുകൂടി ഞാൻ ദേവീ ഭാഗവതം കേൾക്കാൻ ഉദ്ദേശിക്കുന്നു. അതെങ്ങനെ? ഭഗവം സ്ത്വൽപ്രസാദേന ഭോ മുനേ. അല്ലയോ മുനിശ്രേഷ്ഠ, അങ്ങയുടെ കാരുണ്യത്താൽ, അങ്ങയുടെ പ്രസാദം കൊണ്ട് അത് സാധിക്കുള്ളൂ. അത് പറഞ്ഞു തരണേ. ശ്രുത്വാ വാചം പ്രജാഭർത്തു പ്രീത പ്രോവാച ലോമശ ധന്യോസി രാജംസ്തേ ഭക്തിർജാത ത്രൈലോക്യമാതരി. രാജാവേ, അങ്ങ് പറഞ്ഞത് വളരെ നന്നായി. രാജാവ് പറഞ്ഞു കേട്ടപ്പോ ലോമശന് വലിയ സന്തോഷമായി. പറഞ്ഞു, അങ്ങ് ധന്യനാണ്. കാരണം അങ്ങക്ക് ത്രൈലോക്യമാതാവായ ത്രൈലോക്യമാതരി ഭക്തിർജാത, ആ ഭഗവാനിൽ, ഭഗവതിയിൽ
ഭക്തിയുണ്ടായല്ലോ. സുരാസുരനരാരാധ്യ യാ പരാ ജഗദംബിക തസ്യാം ചേത് ഭക്തിരുൽപ്പന്ന കാര്യസിദ്ധിർ ഭവിഷ്യതി. ദേവന്മാർക്കും അസുരന്മാർക്കും മനുഷ്യർക്കും ഒക്കെ ആരാധ്യയാണ്, ഒരേപോലെ ആരാധ്യയാണ് ഈ ജഗദംബിക. അങ്ങനെ ആ ശക്തിയായ ജഗദംബിക, ആ ദേവിയിൽ, പരാശക്തിയായ ജഗദംബികയിൽ ഭക്തിയുണ്ടായാൽ എല്ലാ കാര്യസിദ്ധിയും ഉണ്ടാവും, എല്ലാം വേണ്ടതുപോലെ നടക്കും. അതസ്ത്വാം ശ്രാവയിഷ്യാമി ശ്രീമദ്ഭാഗവതം നൃപ യസ്യ ശ്രവണമാത്രേണ ന കിഞ്ചിദപി ദുർലഭം. അതുകൊണ്ട് അതസ്ത്വാം ശ്രാവയിഷ്യാമി, അങ്ങേ കേൾപ്പിക്കാം. ഏത്? ശ്രീമദ് ഭാഗവതം. ഹേ രാജാവേ, യസ്യ ശ്രവണമാത്രേണ, അത് കേട്ടുകഴിഞ്ഞാൽ തന്നെ ന കിഞ്ചിദപി ദുർലഭം, ഇത് കേട്ടുകഴിഞ്ഞാൽ പിന്നെ ദുർലഭമായിട്ട് ഈ ലോകത്ത് അയാൾക്ക് ഒന്നും ഉണ്ടാവില്ല, എല്ലാം സുലഭമായിട്ട് തരും, എല്ലാ കാര്യങ്ങളും സാധിക്കും, സിദ്ധിക്കും എന്ന് പറയുന്നു ആ മഹർഷി ശ്രേഷ്ഠൻ. ഇത്യുക്ത്വാ സുദിനേ ബ്രഹ്മൻ കഥാരംഭമഥാകരോൽ പഞ്ചകൃത്വ സശുശ്രാവ വിധിവൽ ഭാര്യയാ സഹ. ഇത് കേട്ടിട്ട്, ഇത്യുക്ത്വ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട്, സുദിനെ ഏറ്റവും യോജിച്ച ഒരു ദിവസം ലോമശൻ ഭാഗവത കഥ വിസ്തരിക്കാൻ ആരംഭിച്ചു. ഹേ ബ്രഹ്മൻ, ബ്രഹ്മജ്ഞ രാജാവ് ഭാര്യയോടൊപ്പം ശുശ്രാവ വിധിവൽ ഭാര്യയാ സഹ പഞ്ചകൃത്വ സ, 5 ദിവസങ്ങളിലായി വളരെ വിധിയാവണ്ണം ശ്രദ്ധയോടെ ഭാര്യയോടുകൂടി ഈ രാജാവ് ദുർദമൻ രേവതിയോടുകൂടി ലോമശനിൽ നിന്നും ദേവി ഭാഗവതം കേട്ടു. സപ്തമേ ദിവസേ രാജ പുരാണം ച മുനിം യഥാ തഥാ പൂജയാമാസ ധർമാത്മാ മുദാ പരമയാ യുത. ധർമാത്മാവായ രാജാവ്, ധർമാത്മാ രാജ എന്തു ചെയ്തു? 7-ാം ദിവസം പുരാണത്തെയും അതേപോലെ മുനിയെയും പരമയാ യുത വളരെ സന്തോഷത്തോടുകൂടി പൂജിച്ചു. ദേവി ഭാഗവതത്തെ, അതെ ലോമശൻ എന്ന മുനിശ്രേഷ്ഠനെയും. ഹുത്വാ നവാർണമന്ത്രേണ ഭോജയിത്വാ കുമാരിക ബാഡവാംശ്ച സപത്നീകാൻ ദക്ഷിണാഭിരതോഷയൽ. നവാർണമന്ത്രം, അതുകൊണ്ട് ഹോമം നടത്തി. 7-ാം ദിവസം ഈ പുരാണത്തെയും പുരാണാചാര്യനെയും നമസ്കരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു നവാർണ മന്ത്രം കൊണ്ട് ഹോമം നടത്തി. കന്യകമാര്, സപത്നീ സമേതരായിട്ടുള്ള ബ്രാഹ്മണര്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണവും ദക്ഷിണയും കൊടുത്ത് സന്തോഷിപ്പിച്ചു. അധകാലേന കിയത ഭഗവത്യാ പ്രസാദത ഗർഭം ദധാര സാരാജ്ഞി ലോകകല്യാണകാരകം. ലോകകല്യാണകാരകം ഗർഭം ദധാര, ലോകത്തിന് മുഴുവൻ മംഗളത്തെ നൽകുന്ന ഗർഭധരിച്ചു. എങ്ങനെ? അധകാലേന കിയത, കുറെ കാലം കഴിഞ്ഞപ്പോ. ഭഗവത്യാ പ്രസാദിത, ഭഗവതിയുടെ പ്രസാദം കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, കാരുണ്യം കൊണ്ട് ഇവിടെ ആ പെൺകുട്ടി രേവതി ഗർഭം ധരിച്ചു. പുണ്യേധ സമയേ പ്രാപ്തേ ഗ്രഹൈ സുസ്ഥാന സംഗതൈ സർവമംഗള സമ്പന്നേ രേവതി സുഷുവേ സുതം. ഗ്രഹങ്ങളൊക്കെ സുസ്ഥാന സംഗതൈ, വേണ്ട സ്ഥാനത്ത് വന്ന് നിന്നപ്പോ പുണ്യം നിറഞ്ഞ സർവമംഗളകരമായിരിക്കുന്ന സമയത്ത് രേവതി ഒരു കുമാരന് ജന്മം കൊടുത്തു. രേവതി സുഷുവേ സുതം, ഒരു ആൺകുട്ടി ഉണ്ടായി രേവതിക്ക് എന്ന് പറയുന്നു. ശ്രുത്വാ പുത്രസ്യ ജനനം സ്നാത്വാ രാജാ മുദാന്വിത. തനിക്ക് പുത്രനുണ്ടായെന്ന് കേട്ടപ്പോ രാജാവ് ആദ്യം തന്നെ സന്തോഷത്തോടുകൂടി ചെന്ന് കുളിച്ചു എന്നിട്ടോ അതിനുശേഷം സുവർണാംഭസാ ചക്രേ ജാതകർമാധിക ക്രിയ, സ്വർണ പാത്രത്തിലെടുത്ത ജലം കൊണ്ട് ജാതകർമാദികളൊക്കെ വേണ്ടതുപോലെ സസന്തോഷം ചെയ്തു. മുദാന്വിത, വേണ്ടതുപോലെ വലിയ ആനന്ദത്തോടു കൂടി അത് ചെയ്തു. യഥാവിധി ച ദാനാനി ദത്വാ വിപ്രാനതോഷയൽ
കൃതോപനയനം രാജ സാംഗാൻ വേദാന പാഠയൽ. രാജാവ് ദാനങ്ങളൊക്കെ ചെയ്തു പറഞ്ഞു, ബ്രാഹ്മണരെ സന്തോഷിപ്പിച്ചു. പിന്നെ ആ ഉണ്ണിയുടെ രൈവതന്റെ ഉപനയനം നിർവഹിച്ചു. വേദാംഗം ഉൾപ്പെടെയുള്ള വേദങ്ങളെ മുഴുവൻ വേണ്ടതുപോലെ പഠിപ്പിക്കുകയും ചെയ്തു. സർവവിദ്യാനിധിർജാതോ ധർമ്മിഷ്ഠോസ്ത്രവിദാംബര ധർമ്മസ്യ വക്താ കർത്താ ച രൈവതോ നാമ വീര്യവാൻ. എല്ലാ വിദ്യകളും തികഞ്ഞ സർവവിദ്യാനിധി, അങ്ങനെ ധർമ്മിഷ്ഠനായി, അസ്ത്രവിദ്യകളിൽ പ്രാവീണ്യമുള്ളവനായി, അതേപോലെ ധർമ്മത്തിൻ്റെ വക്താവായി, അതിൻ്റെ കർത്താവായി. അപ്പോൾ വക്താവ് ഉപദേശിക്കുന്നവൻ, കർത്താവ് അനുഷ്ഠിക്കുന്നവൻ, അങ്ങനെയായി തീർന്നു രൈവതോ നാമ വീര്യവാൻ, വീര്യവാനായിരിക്കുന്ന രൈവതൻ. പിന്നെയോ നിയുക്തവാനധ ബ്രഹ്മ രൈവതം മാനവേ പദേ മന്വന്തരാധിപ ശ്രീമാൻ ഗാം ശാസ ച ധർമ്മത. ധർമ്മത്തോടുകൂടി ഈ ഭൂമിയെ പരിപാലിച്ചു. എങ്ങനെ? ബ്രഹ്മാവ് രൈവതനെ നിയുക്തവാനധ മാനവേ പദേ, മനുവിന്റെ പദത്തിലേക്ക് നിയോഗിച്ചു. അതുകൊണ്ട് അദ്ദേഹം ധർമാനുസാരിയായി ഈ ഭൂമിയെ മുഴുവൻ പരിപാലിച്ചു. ഇദ്ധം ദേവ്യാ പ്രഭാവോയം സംക്ഷേപേണോപവർണിത പുരാണസ്യ ച മാഹാത്മ്യം കോ വക്തും വിസ്തരാൽ ക്ഷമ. ദേവിയുടെ പ്രഭാവത്തെ ഞാനിതാ സംക്ഷേപേണോപവർണിത സംക്ഷേപിച്ച് ചുരുക്കി പറഞ്ഞു. ആർക്കാണ് ആ ഭഗവതിയുടെ അപദാനങ്ങളെ വിസ്തരിച്ചു പറയാനായിട്ട് സാധിക്കുക? ഇത് കേട്ട് ശൗനകാദികളുടെ മുമ്പിൽ കഥ പറയുന്ന സൂതൻ പറയുകയാണ്, കുംഭയോനിസ്തു മാഹാത്മ്യം വിധിം ഭാഗവതസ്യ ച ശ്രുത്വാ കുമാരം ചാഭ്യർച്ച്യ സ്വാശ്രമം പുനരായയൗ. അഗസ്ത്യനോ കുംഭയോനി, അദ്ദേഹം ഭാഗവതത്തിന്റെ പഠനവിധി, അതേപോലെ തന്നെ ആ ഭാഗവതത്തിന്റെ മാഹാത്മ്യം, ഇത് രണ്ടും മനസ്സിലാക്കി കേട്ടതിനു ശേഷം സ്കന്ദനെ പൂജിച്ച് കുമാരം ചാഭ്യർച്ച്യ സ്വാശ്രമം പുനരായവു, തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇദം മയാ ഭാഗവതസ്യ വിപ്ര മാഹാത്മ്യമുക്തം ഭവതാം സമക്ഷം ശൃണോതി ഭക്തിയാ പഠതീഹ ഭോഗാൻ ഭുക്ത്വാഖിലാൻ മുക്തിമുപൈതി ചാന്തേ. ബ്രാഹ്മണരെ, നിങ്ങളുടെ മുമ്പിൽ ഭാഗവത മാഹാത്മ്യം ഞാൻ ഇതാ പറഞ്ഞു കഴിഞ്ഞു. ഇത് ആരാണോ ശൃണോതി ഭക്തിയ പഠതീഹ, ആരാണോ ഇതിനെ പഠിക്കുകയും ഭക്തിയോടുകൂടി കേൾക്കുകയൊക്കെ ചെയ്യുന്നത്, അവർ സകല ഭോഗങ്ങളും അനുഭവിച്ച് ഒടുവിൽ മുക്തിയിലേക്ക്, അപ്പൊ ഭുക്തിയും മുക്തിയും നേടുന്നതാണ്, നൽകുന്നതാണ് ശ്രീമദ് ഭാഗവതം, ശ്രീമദ് ദേവി ഭാഗവതം എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്ന് നിർത്തുന്നത്. നാളെ നമുക്ക് അടുത്ത ഭാഗം 5-ാമത്തെ അധ്യായത്തിലെ ശ്ലോകങ്ങളോടുകൂടി ആരംഭിക്കാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം
പുണ്യം ഭഗവതി തൻ്റെ കഥ ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല ഭദ്രേ അത്ഭുതമാം ലീല ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ
സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.